നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കരയുടെ വിരിമാറിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. അച്ചൻകോവിലാർ ഇപ്പോൾ നന്നായി ചൂട് പിടിച്ചാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാര്യം എന്താണെന്നല്ലേ, ഇവിടെ മാവേലിക്കരയിൽ അംഗം മുറുകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം ചൂടുപിടിച്ച മത്സര പോരാട്ടത്തിൽ തന്നെയാണ്. ആരൊക്കെയാണ് ഇനി മത്സരിക്കുന്നത് പറയാം. ആദ്യം നമ്മൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ നമുക്ക് നോക്കാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് ഇവിടെ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നിരവധി തവണ ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുപോലെ ജനകീയനാണ്. ജനങ്ങളുമായി അടുത്തിടപഴകിക്കൊണ്ട് ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും സമീപിക്കാൻ പറ്റുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു നേതാവാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. രണ്ടാമതായി LDFിൻ്റെ ഒരു യുവരക്തമാണ് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. അരുൺകുമാർ, അഡ്വക്കേറ്റ് V അരുൺകുമാറാണ് ഇവിടെ മത്സരത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടി, മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലും അതും ഒരു അരുൺകുമാർ തന്നെയാണ് MLA ആയി LDFിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലുള്ളത്. ഇപ്പോൾ അദ്ദേഹവും ആണ്, അതായത് അരുൺകുമാറും ഇവിടെ മത്സരത്തിന് തയ്യാറായി ചൂടുപിടിച്ച പ്രചാരണത്തിലാണ് ഉള്ളത്. അതും ഒരു കാരണമാണ് നമ്മുടെ അച്ചൻകോവിലാർ ചൂടുപിടിച്ചിരിക്കുന്നതിന്. മറ്റൊരാൾ ഉള്ളത് ബൈജു കലാശാലയാണ്. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം BDJSൻ്റെ ടിക്കറ്റിലാണ്, നോമിനിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രചരണങ്ങളും പ്രചാരണ പരിപാടികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളിലേക്കും നമുക്ക് ഒന്ന് പോകാം. ബഹുമാന്യരായ സംവിധായകരെ, പ്രിയപ്പെട്ട കനാൽ ജംഗ്ഷൻ നിവാസികളെ, അമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏപ്രിൽ മാസം 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാന അവകാശം രേഖപ്പെടുത്തി എന്നെ വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ, അമ്മമാർ, സഹോദരിമാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, എല്ലാ വിഭാഗം ആളുകളോടും ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലമായി നിങ്ങളുടെ ലോക്സഭാ അംഗമന്ത്രി ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളിൽ ഒരാളായി എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. മാവേലിക്കരയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? മാവേലിക്കര തെരഞ്ഞെടുപ്പ് വളരെ വാശിയോടും വീറോടും കൂടി മുന്നോട്ട് പോകുക. പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LDFിൻ്റെ സ്ഥാനാർത്ഥി വളരെ പൊതുവെ ചെറുപ്പമാണ്. അത് ഏതെങ്കിലും തരത്തിൽ സ്ഥാനം ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. നേരത്തെ ചെറുപ്പക്കാർ മത്സരിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴും എന്നെ ബാധിച്ചിട്ടില്ലല്ലോ. നേരത്തെ മത്സരിച്ച ചെറുപ്പക്കാർ ചെതങ്ങാറ സുരേന്ദ്രൻ, RSNL, എൻ്റെ അതിനൊക്കെ ചെറുപ്പക്കാരായിരുന്നു. ആ സമയത്തും ഞാൻ തന്നെ ചെറുപ്പക്കാർ മത്സരിച്ചു, പ്രായം ചെന്നവരും മത്സരിച്ചു. PK രാഘവൻ, ഭാർഗവി തങ്കപ്പൻ, അവരൊക്കെ മുതിർന്ന നേതാക്കൾ. അവരോട് ഞാൻ ജയിച്ചു. അത് നേരത്തെ പറഞ്ഞ RSNലും ചെങ്ങറ സുരേന്ദ്രനും എൻ്റെ അതിനും അവരും ചെറുപ്പക്കാരായിരുന്നു. അവരോട് ഞാൻ മത്സരിച്ചു. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാവേലിക്കരയുടെ എനിക്ക് തോന്നുന്നു മാവേലിക്കരക്കാർക്ക് സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വെറും കൊടിക്കുന്നിൽ എന്ന് മാത്രം പറഞ്ഞാൽ കൃത്യമായി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് സാർ ഈ രീതിയിലൊരു ആർജവം നേടിയെടുക്കാൻ കഴിഞ്ഞത്? കാരണം ഞാൻ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആയിരിക്കുമ്പോഴും നേരത്തെ അടൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലായിരുന്നപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല. MP ആകാൻ വേണ്ടി വരിക, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരിക, അല്ലെങ്കിൽ ജനങ്ങൾ അന്വേഷിച്ച് പരക്കം പാഞ്ഞ് നടക്കുക. അങ്ങനെ ഒരു സംവിധാനമല്ല എൻ്റെ സമയം. ഞാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. അതിശയകരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത്. 2 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. 24 മണിക്കൂറും ആർക്കും വന്ന് വിളിച്ചുണർത്തി കാര്യങ്ങൾ പറയാം. ഏതാവശ്യം പറഞ്ഞാലും അത് നടപ്പാക്കി കൊടുക്കും. അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, കഴിവുണ്ട്. അവർ പറയുന്ന ആവശ്യം എങ്ങനെ ഏത് റൂട്ട് വഴി നടത്തി കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് അപഗാഢമായ ഒരു അറിവ് ഉണ്ട് ഇത്രയും നാളത്തെ അനുഭവത്തിൽ. അതൊക്കെ വരുമ്പോൾ ഒരാളെന്നെ കാണാൻ വരുന്ന ആൾ ഒരിക്കലും നിരാശനായി പോകാറില്ല. എന്നെ കണ്ട് ഒരു ആവശ്യത്തിന് വരുന്ന ആൾ ഒരിക്കലും എന്നെ തെറി പറഞ്ഞിട്ട് പോകാറില്ല. അല്ലെങ്കിൽ രാവിലെ വന്നാൽ ശരി ഞാൻ ചെയ്തേക്കാം, നീ പൊക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ. അയാളെ മുന്നിൽ നിർത്തിയിട്ടാണ് അയാൾ പറയുന്ന പ്രശ്നം, അയാളെ മുന്നിൽ നിർത്തി ആണ് അയാൾക്ക് അത് ചെയ്തു കൊടുത്ത് അയാളെ സാറ്റിസ്ഫൈ ചെയ്ത് വിടുന്നത്. മറ്റുള്ളവരെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തേക്കാം, അതല്ല എൻ്റെ സ്റ്റൈല്. എൻ്റെ സ്റ്റൈല് നിങ്ങളൊരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാനത് വിളിക്കേണ്ടവരെല്ലാം വിളിക്കും. ചിലപ്പോൾ ആദ്യം വിളിക്കുന്നവരല്ല അതിൻ്റെ അടുത്ത രണ്ടാമത്, അതല്ല, അത് എവിടെ ചെന്നാണോ അത് അവസാനിക്കുക അതുവരെ വിളിക്കും. അപ്പോൾ വന്നയാൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകും. ഇനി വന്നയാൾ അത് പറഞ്ഞ കാര്യം നടക്കുന്നില്ലെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തും.
ഇന്ന കാരണം കൊണ്ട് നടക്കുന്നില്ല. ആ എം പി എനിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അത് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് നടത്തി തരാൻ പറ്റാത്തത് എന്ന് അയാളെ ബോധ്യപ്പെടുത്തിയാണ് വിടുന്നത്. അയാൾ എനിക്ക് ശത്രുവായിട്ടല്ല പോകുന്നത്. അയാളെ കാര്യം നടക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ആ വരുന്ന ആളിനെ ബോധ്യപ്പെടുത്തി വിടും. അപ്പോൾ അയാൾ എൻ്റെ ഒരു ശത്രുവായിട്ട് ഒരിക്കലും പോകത്തില്ല. അതാണ് എൻ്റെ ജനങ്ങളുമായുള്ള ബന്ധം, അങ്ങനെയുള്ള ബന്ധം. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, സാറ് പലപ്പോഴും പല ഇടങ്ങളിലും വെച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സാറിനെ. ഈ പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സാർ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക, എം പി ആയിരിക്കുന്ന സമയത്ത്. എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സമയം? 1989 ഞാൻ അടൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എം പി ആയി ചെല്ലുമ്പോൾ അവർ ആദ്യം ഞാൻ ചെന്നപ്പോൾ മരണ വീടുകൾ, കല്യാണ വീടുകൾ, മറ്റേ സഞ്ചയന വീടുകൾ, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ അത്ഭുതത്തോടു കൂടിയാണ് എന്നെ നോക്കിയത്. കാരണം അങ്ങനെ ഒരു എം പി അവർ കണ്ടിട്ടില്ല. അന്നേരം അവർ ചോദിക്കുന്നത് എം പിക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമോ? ഞങ്ങൾ വിചാരിക്കുന്ന എം പിമാർ ജയിച്ചു പോയാൽ ഡൽഹിയിൽ തന്നെ ഇരിക്കേണ്ടവരാണ്, ഡൽഹിയിൽ അവർക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, അത് മണ്ഡലത്തിൽ വരാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ഒരു അങ്ങനെയാണ് ഞങ്ങൾ ധരിച്ചത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സാറ് എം പി ആയി വന്നപ്പോൾ ഞങ്ങളെ കല്യാണത്തിന് വരുന്നു, മരണത്തിന് വരുന്നു, സഞ്ചയനത്തിന് വരുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു. ഇത് എങ്ങനെ വരുന്നു? എം പിക്ക് എന്തൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അടൂരിൽ നിന്ന് ജനങ്ങൾക്കുണ്ടായി. 89 അതിന് മുമ്പ് അവിടെ പാർക്കിയത്ത് കോൺഗ്രസിലെ കുഞ്ഞമ്പു മാഷ്, പാർക്കിയത്ത് പി കെ കുടിയൻ, അച്യുതൻ, ഇവരൊക്കെയാണ് എം പിമാരായി പോയത്. അവർക്ക് ആ ഇലക്ഷൻ ജയിച്ചു പോയിട്ട് പിന്നെ ആ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അവർ പറഞ്ഞത്. അതാണ് മറ്റു പല എം പിമാർക്കും എം എൽ എമാർക്കും അവസാനം ഞാൻ റോൾ മോഡലായി അവർക്ക് മാറി. അവസാനം അവർ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാൻ പോകുന്നത് വരെ പറഞ്ഞ വീട്ടിലും കല്യാണ വീട്ടിലും. കാരണം ഞാൻ ചെല്ലുമ്പോൾ എം എൽ എ എന്തെങ്കിലും ചോദിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി. ആ ഒരു രീതിയിൽ ജനങ്ങൾക്കിടയിൽ ജനകീയനായി മാറാൻ താങ്കൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ സാറ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കട്ടെ. താങ്ക് യു. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് സംസ്ഥാന സർക്കാരും ചെങ്ങന്നൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എയും ബഹുമാനീയനായ മന്ത്രിയും എല്ലാം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുവാൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു പാർലമെൻറ്റ് മെമ്പർ കൂടി ഉണ്ടായാൽ വരുന്ന സാധ്യതകളെ സംബന്ധിച്ച് സവിസ്തരമായി നമുക്ക് ഈ നാടിനോട് പ്രതിപാദിക്കുവാൻ കഴിയണം. ആ അർത്ഥത്തിൽ ഈ നാടിനോടൊപ്പം ഈ നാടിൻ്റെ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു മകനായി, അനുജനായി, സുഹൃത്തായി, സഹോദരനായി എല്ലാ കാലത്തും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അലകളികൾ ഇങ്ങനെ മുഴകിക്കൊണ്ടിരിക്കുകയാണ്, പ്രചാരണ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു സ്വീകരണം എല്ലാം കൂടെ കാണുമ്പോൾ? ഞങ്ങൾ ഇടതുപക്ഷം 100% വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ അർത്ഥത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തന പരിപാടികളെല്ലാം 3ാം ഘട്ട സ്വീകരണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. 2 ഘട്ടങ്ങൾ പിന്നിട്ടു. 3ാം ഘട്ട സ്വീകരണത്തിൽ 2ാമത്തെ മണ്ഡലമാണിത്. ഇനിയിപ്പോൾ ഒരു 5 മണ്ഡലങ്ങൾ കൂടി നാളെ മുതൽ പൂർത്തിയാക്കാനുണ്ട്. അതുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന നമ്മുടെ വോട്ടർമാരിൽ ഏതാണ്ട് ഒരു 90% നമുക്ക് ഏരിയകൾ കവർ ചെയ്ത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ അർത്ഥത്തിൽ ഏറ്റവും മുന്നിൽ ഇത്തവണ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും മുന്നിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ജനങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങളാണ് ഫെബ്രുവരി മാസം 27-ാം തീയതി തുടങ്ങിയതാണ്. 50 ദിവസമാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ മുന്നിലാണ് ഞങ്ങൾ. അല്ല, ഇത് തൊട്ട് എതിർക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ നമുക്കുള്ള കോൺഫിഡൻസ്, പ്രസ്ഥാനത്തിൻ്റെ കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണ്. അല്ലാതൊരു കോൺഫിഡൻസ് എന്താണ്? നമുക്കങ്ങനെ ഒരിക്കലും എതിർ സ്ഥാനാർത്ഥി ഈ പറയത്തക്ക തരത്തിലെത്ര കരുത്തരാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. കാര്യം ഈ നാട്ടിൽ വോട്ട് തേടി ഞാൻ ഇറങ്ങുമ്പോൾ, ഇടതുപക്ഷം ഇറങ്ങുമ്പോൾ ഈ നാട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇടതുപക്ഷത്തിന് വോട്ട് തരാം, പക്ഷേ വോട്ട് മേടിച്ച് വിജയിച്ച് പോയി 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ വരുന്ന ആളാകരുത്. അങ്ങനെയാണെങ്കിൽ വോട്ട് തരില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത വാഗ്ദാനം, ഈ മണ്ഡലത്തിൽ ആകെ കൊടുത്ത വാഗ്ദാനം, ഈ നാടിനോടൊപ്പം, ഈ നാടിൻ്റെ ജനതയോടൊപ്പം ഇവിടുത്തെ സംസ്ഥാന സർക്കാരുണ്ട്, ഇവിടുത്തെ MLA ഉണ്ട്,
ഇവിടുത്തെ MLA-മാരെല്ലാം 7 MLA-മാർ ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ MP കൂടെ കിട്ടിയാൽ ഞങ്ങൾ ഗംഭീരമായി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തും. അത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ നമ്മുടെ ഈ കൂടി നിൽക്കുന്ന അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഒരു ഊർജം കാണുമ്പോൾ ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്താണ് തോന്നുന്നത്? ഇവരെല്ലാം ഇപ്പം 3-ാം റൗണ്ട് സ്വീകരണത്തിൽ വന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഈ ചെങ്ങന്നൂരിലെ ബാക്കി 2 റൗണ്ടുകളിൽ വേറെ ഈ മേഖലയുടെ തന്നെ വേറെ പ്രദേശങ്ങൾ നമ്മൾ പിന്നിട്ടു. അവരുടെയൊക്കെ ഒരു കരുത്താണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. അവരെ കണ്ടില്ലേ, ഈ കൊടും ചൂടിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവരെല്ലാം വന്ന് നിൽക്കുകയാണ്. അതൊരു അതെ, അവർ രാവിലെ തന്നെ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുകളാണ്. നാളെ മുതൽ സജീവ പ്രവർത്തനമാണ് എല്ലാവരും. ഒരാഴ്ച കാലത്തേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും. എന്തായിരുന്നാലും വളരെയധികം സന്തോഷം. പ്രവർത്തകർ തന്നെ പറയുന്നതാണ് ജയിക്കുന്നത് 100% ഉറപ്പാണ്. പ്രിയപ്പെട്ട എംപിയുടെ നേതാക്കന്മാർ, ഇവിടെ ആവേശോജ്വലമായ സ്വീകരണം നൽകിയ പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, 26-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പൊന്നുമല്ല. സാധാരണ അങ്ങനെയാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ പറയാറുള്ളത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. കാര്യം രാജ്യത്തിൻ്റെ ഭാവിയൊക്കെ എന്നെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് 400 ആണോ 411 എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കൂ. പൊതു തെരഞ്ഞെടുപ്പുകളിൽ NDA കുറിച്ച്, BJP കുറിച്ച് അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി പ്രചാരണം നടത്തി വർഗീയവാദികളെയും വിഘടനവാദികളെയും ദേശവിരുദ്ധ ശക്തികളുടെയൊക്കെ വോട്ട് വാങ്ങി മതന്യൂനപക്ഷങ്ങളെ BJP വന്നാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയൊക്കെ എത്രയോ കാലമായി NDA നിങ്ങൾ ഈ കേരളത്തിൽ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. NDA രാജ്യം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വലിയ പ്രസ്ഥാനമാണ്. ഇന്ത്യ മുഴുവൻ താമരഗിരിക്കുക. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾ തോൽപ്പിക്കുക. ഈ കൊച്ചു കേരളത്തെ നിങ്ങൾ തോൽപ്പിച്ചാൽ NDA നോക്കൂ. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ NDAയും BJPയെയും നിങ്ങൾ എപ്പോഴൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തോറ്റുപോയത് ഈ നാടാണ്. നമ്മളോടൊപ്പം ഉള്ളത് മാവേലിക്കരയുടെ NDA സ്ഥാനാർത്ഥി ശ്രീ ബൈജു കലാശാലാണ്. അദ്ദേഹത്തോട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. സാർ, എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ പ്രചരണമൊക്കെ കൊണ്ട് ഊർജ്ജസ്വലമായി പോകുന്നുണ്ട്? വരുന്ന 26-ാം തീയതി കേരളത്തിലുള്ള ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുണ്ട്. മാവേലിക്കരക്കാർ പ്രത്യേകിച്ച് എന്ത് തോന്നുന്നു? ഇപ്പോൾ NDA മുന്നണിയെ ഈ നാട് സ്വീകരിക്കും. ഉറപ്പാണ്. കാരണം വേറെ ഒരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല. ഈ LDFനും UDFനും വോട്ട് ചെയ്തിട്ട് എന്നാ പുണ്യമാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രതിപക്ഷത്തെ ആളെ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമൊന്നും കേരള ജനതയ്ക്കില്ല. അവർക്ക് ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ച, ഇനിയും 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ പോകുന്ന നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റിന്റെ കരുണയും കരുതലും വികസനവും ഒക്കെ അവർക്ക് ലഭിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വിലങ്ങുതടിയായിട്ട് ഒരു ഇടതുപക്ഷ MPയെ സൃഷ്ടിക്കുവാൻ കേരളം തയ്യാറല്ല, പ്രത്യേകിച്ച് മാവേലിക്കര തയ്യാറല്ല. അതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മനസ്സിലായത്. ഇപ്പോൾ എനിക്ക് വളരെ പെട്ടെന്നൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുമ്പ് പ്രസംഗം കേട്ടിരുന്നു. ഭയങ്കര മനോഹരമായ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പുകഴ്ത്തി പറയുമല്ല, വളരെ മനോഹരമായി കാര്യഗൗരവമായിട്ട് പറയേണ്ട വിഷയങ്ങളെ വളരെ കൃത്യമായി ഒരു വോട്ടർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് എവിടെ നിന്ന് കിട്ടി ഈ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഈ ഒരു കഴിവ്? ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ പൊതുപ്രവർത്തകനാണ്. ഞാൻ ആദ്യം സംഘപ്രവർത്തകനായിരുന്നു, RSSന്റെ പ്രവർത്തകനായിരുന്നു. അന്ന് കോളേജിൽ സ്കൂളുകളിലൊന്നും ABVP ഒന്നും ഇല്ലാത്തതുകൊണ്ട് KSU ആണ്. SFIക്ക് ബദലായിട്ട് KSU. അങ്ങനെ KSUക്കാരനായി, അങ്ങനെ കോൺഗ്രസ് ആയി, അങ്ങനെ പിന്നെ പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡന്റായി, അങ്ങനെ വന്ന ഒരാളാണ്. പിന്നെ ഞാൻ എപ്പോഴും സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഞാൻ ഏതാണ്ട് 6 വർഷത്തിലേറെ കാലം KPMCയുടെ ജനറൽ സെക്രട്ടറി. എല്ലാ സാധാരണക്കാരുമായി പണ്ട് അച്യുതാനന്ദന്റെ ഏറ്റക്കുറിച്ചിലൊക്കെ പറയുമല്ലോ, ഇങ്ങനെ നീട്ടും കുറുക്കുമൊക്കെ, അത് തൊഴിലാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊക്കെ അന്ന് സ്വീകരിച്ച എന്ന് പറയുന്ന പോലെ ഞാൻ ഈ സാധാരണക്കാരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട്
സാധാരണക്കാരോടൊപ്പം പ്രവർത്തിച്ച ആളായതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നാടൻ പ്രസംഗങ്ങൾ പ്രസംഗിക്കാനും നാടൻ പദപ്രയോഗങ്ങളൊക്കെ നടത്താനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അത് അങ്ങനെ വന്നു പോകുന്നു, അതിൻ്റെ ശൈലിയാണ്, ഞാൻ ബോധപൂർവ്വം കൊണ്ടുവരുന്നതല്ല, അതെൻ്റെ ഒരു ശൈലിയാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടാണ്. ഈ കലാശാല എന്ന് വെച്ചാൽ വീട്ടുപേരാണോ എങ്ങനെയാണ്? കലാശാല എന്ന് പറഞ്ഞാൽ കാര്യം കലയുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കലയുടെ ശാലയാണ്. അച്ഛൻ ബാല ട്രൂപ്പിൻ്റെ ഉടമസ്ഥനായിരുന്നു. 32 വർഷത്തോളം ബാല ട്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് അച്ഛന് രാജൻ താമരക്കുളം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സംവിധായകനൊക്കെ ആയിരുന്നു എൻ്റെ ബാലയുടെ. അപ്പോൾ അന്ന് അച്ഛൻ്റെ ഒരു ഗുരുനാഥൻ അച്ഛനോട് പറഞ്ഞു, നീ ഈ രാജൻ താമരക്കുളം എന്നുള്ളത് വേണ്ട, നിനക്ക് ഒരു പേര് ഞാൻ രാജൻ കലാശാല എന്ന് ഇട്ടു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയപ്പോൾ ഞാൻ പോസ്റ്ററൊക്കെ അടിച്ച് വെറും ബൈജു എന്ന്. അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഈ നോട്ടീസൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ചിലർ ബൈജു കലാശാല എന്ന് വെച്ച് തുടങ്ങി. എനിക്കും അത് നന്നായി എന്ന് തോന്നി, ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ കലാശാല. പക്ഷേ ഞാനൊരു കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ്. അത് ശരി. എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യും. അതായിരുന്നു ഒരു കാലത്ത് ഉപജീവനം. പക്ഷെ ആ പേര് നമ്മൾ ചേർത്തെങ്കിലും ആ പേരിന്റെ പ്രയോജനം ഉണ്ടായി. തീർച്ചയായിട്ടും മെമ്മറി നിൽക്കും. ബൈജു കലാശാല കേരളത്തിലൊന്നേ ഉള്ളൂ. അതെ അതെ, വേറെ ഇല്ല. എങ്ങനെയുണ്ട് ഇപ്പം മാവേലിക്കരയുടെ മുഴുവൻ മണ്ണിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ മാവേലിക്കരയുടെ സാധാരണക്കാരുടെ ഇടയിലൂടെ സഞ്ചരിച്ചപ്പോൾ എന്താണ് അവരിൽ നിന്ന് ഇനി അവർക്ക് ഏത് രീതിയിൽ അവർക്ക് മെച്ചപ്പെടണമെന്നാണ് തോന്നിയത്? നമ്മുടെ ഞാൻ അതിനകത്ത് ഇപ്പം ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് നമ്മുടെ കുട്ടനാട്ട് ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദേട്ടനെ അതെ 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 അവിടെ നിന്നാണ് ഞാൻ പ്രചരണം ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ദിവസം അത്രയും ഒരു നിമിഷം പോലും ഇപ്പം നിങ്ങൾ നോക്കും, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വിശ്രമമൊന്നുമില്ല. ഞാൻ ഇറങ്ങുക 3 മണിക്ക് ചെങ്ങന്നൂർ പര്യടനമാണ്, ഞാൻ ഇറങ്ങുക, ഞാനൊരു നിമിഷം പോലും വിശ്രമിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ നാട്ടിൽ കണ്ട കാഴ്ച ദയനീയമാണ്. പാവപ്പെട്ട ആളുകൾ, സങ്കേതങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. കർഷകർ കശുവണ്ടി ഫാക്ടറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മമാർ പൊട്ടിക്കരയുക, തലേ കൈയും വെച്ചാണ് ഇവരെയൊക്കെ പ്രാകുന്നത്. ഈ നാടിൻ്റെ സമസ്ത മേഖല ഇപ്പോൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ സാമ്പത്തികമായ അടിത്തറ കൃഷിയും അതിനോടനുബന്ധിച്ച വ്യാവസായിക സംരംഭങ്ങളുമായിരുന്നു. അതെ അതെ. ആലപ്പുഴ കയറ് തകർന്നു, നെല്ല് തകർന്നു, കശുവണ്ടി കൊല്ലത്ത് എന്തോ ഇനി തകരാനുള്ളത്, എല്ലാം തകർന്നു. ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് ഇവരാ. ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ ഈ നാടിനൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് അവർ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കളുടെ പ്രതീക്ഷ പോലെ തന്നെ എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.